ബ്രോ കൊണ്ടുവന്നില്ലേ? അല്ല, അവർക്ക് സിനിമ ഷൂട്ട് 10K ലൈക്ക് കയറിയിരിക്കണം എൻ്റെ വീഡിയോയ്ക്ക്. കുറേ അധികം തെറി എനിക്ക്. ഞാൻ എന്ത് ചെയ്തിട്ടാളോ എനിക്ക് തെറി. ഇപ്പം തൊപ്പിയുടെ കൂടെയുള്ള ഒരു എഡിറ്റർ എനിക്ക് ചെറിയൊരു പരിചയമുണ്ട്, ലൈവ് കണ്ടിട്ടുള്ളത് നേരിട്ട്. അപ്പോൾ ഈ ലൈവ് കഴിഞ്ഞിട്ട്, ഈ 3-4 മണിക്കൂർ ലൈവ് കഴിഞ്ഞിട്ട് ഇവർ ചത്ത വിടുപോലെ. പക്ഷെ ഇമ്മാതിരി ചെറ്റ പരിപാടി യൂട്യൂബിൽ കാണിച്ചത് എനിക്ക് തോന്നുന്നു ഇതിന് കാണിക്കാൻ പറ്റുന്ന വേറെ ഏതെന്തോലും പ്ലാറ്റ്ഫോം. ബോയ്സ് ആൻഡ് ഗേൾസ്, അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാൻ, എനിക്ക് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ. ഒരാളുടെ കണ്ടൻറ്റ് എടുത്ത് നമുക്കിവിടെ കൊണ്ടുപോയിട്ട് പുഴുങ്ങിയിട്ട് ഒരു കാര്യം നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ഇതൊന്ന് റിയാക്ട് ചെയ്തിടുന്നു. അത് മാത്രമല്ല, തൊപ്പിയായിട്ട് നേരിട്ട് ഞാൻ ചെറിയൊരു പരിചയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തൊപ്പിയുടെ വീഡിയോ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിടാൻ കാരണം എന്ന് വെച്ചാൽ രാവിലെ ഞാൻ ജിമ്മിൽ പോയ സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് മെസ്സേജ് വരിക, മെസ്സേജും അതുപോലെ കുറച്ച് നോട്ടിഫിക്കേഷൻ കാര്യം വരിക. തൊപ്പിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഏകദേശം അത് 1.2 മില്യൺ 3 മില്യൺ അങ്ങനെ കയറിയിട്ടുണ്ട്. 90K ലൈക്കിൽ നിൽക്കുകയായിരുന്നു. അതിപ്പോൾ ഒരു ദിവസം കൊണ്ട് അത് 10K, അതായത് ഇപ്പോൾ 101-102K ലൈക്കിൽ നിൽക്കുവാണേ. ഞാൻ എടുത്തത് ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇത്രയും 10K ലൈക്ക് കയറണം, അതനുസരിച്ച് വ്യൂസും പോയായിരുന്നു. അപ്പോൾ തൊപ്പി ഇന്നലെ ഇട്ട ലൈവാണ് ഇതിന് കാരണം. എനിക്ക് പിന്നെ അതായത് ഇതിൻ്റെ ഇൻസ്റ്റാ കട്ട്സ് ഒക്കെ, അതായത് യൂട്യൂബിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ കുറച്ച് വീഡിയോസൊക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. സത്യം പറയല, ഞാൻ ഷോക്കായിപ്പോയി ഇമാതിരി വാണത്തരങ്ങളൊക്കെ. കാരണം തൊപ്പി എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ആൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് കയറി വന്ന ഒരാളാണ്. ഓക്കെ, പല തെണ്ടിത്തരങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പം നല്ലത് കാണിച്ചിട്ട് വീണ്ടും അവൻ ആ ഒരു രീതിയിലോട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ശോകം മൂടാണ് വരുന്നത്. എല്ലാവർക്കും അങ്ങനെയാണ്. ചിലരിപ്പോൾ ഭയങ്കരമായിട്ട് തൊപ്പി കാണിക്കണം, നല്ലത് മാസ് എന്തൊക്കെ പറഞ്ഞാലും തൊപ്പിക്ക് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ആയിട്ടുള്ളത് പിള്ളേർ, അല്ലെങ്കിൽ യങ് കാറ്റഗറി, യങ് ജനറേഷനാണ്. ഒരു 20 to 30 ഇടയുള്ള. ഇപ്പോൾ ഫാമിലിയും കാണുന്നുണ്ട്, അവൻ തന്നെ അവൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ഫാമിലി കാണുന്നവരുണ്ടെന്ന്. അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യൂവേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ഇമാതിരി പോക്കിരിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ അവൻ ഇന്നലത്തെ വാച്ച്, സാധാരണ അവൻ്റെ വീഡിയോ ഞാൻ ലൈവ് കാണാറില്ല, അവൻ്റെ ഒരു 30-40 ആയിരിക്കും അവൻ്റെ മിനിമം വാച്ച് അവർ, അല്ലെങ്കിൽ ആൾക്കാർ കാണുന്നത്. ഇന്നലെ കയറി ഏകദേശം 1.5 ലക്ഷം പേരാണ് ഇവൻ്റെ ഈ വാണത്തരം കേൾക്കാൻ കയറിയത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ തൊപ്പിനെ ഒരിക്കലും എന്താ പറയുക താത്തി പറയത്തില്ല, അതുപോലെ മറ്റവനെ പൊക്കിയും പറയത്തില്ല, ഇവനെ പൊക്കിയും പറയല്ല, മറ്റവരെ താത്തിയും പറയും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഈ മിനിഞ്ഞാന്നാണ് ഈ ഷമീർ വീഡിയോ ഇട്ടിട്ട് തൊപ്പീനെ കുറ്റപ്പെടുത്തി പറഞ്ഞു. അപ്പോൾ എല്ലാവരും തൊപ്പീനെടുത്ത് ഏറി കയറ്റി. ഒരാളുടെ വാദം മാത്രം കേട്ടിട്ട് വന്നിട്ട് കുറേ പേർ കൊണയടിച്ച്. അതായത് ഒരു നാണയത്തിൻ്റെ ഒരു വശം കണ്ടിട്ട് കാര്യമില്ല, മറ്റൊരു വശം കൂടി കാണണം. ഇന്നലെ തൊപ്പിയിട്ട വീഡിയോ സത്യം പറയുകയാണെങ്കിൽ ആ 1.5 ലക്ഷം പേരുടെ കിളി പോയിട്ടുണ്ടാവും. കാര്യം പറയാം, ഞാൻ അത്ര നേരം കണ്ടുകൊണ്ടിരുന്നവരുടെ കിളി പോയിട്ടും. കാരണം യൂട്യൂബ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇമാതിരി അപരാധം വന്ന് കാണിക്കാനാണെങ്കിൽ നീ പിന്നെ എന്തിനീ ലൈവ് തിരിക്കണത്? ഒരു വളർന്നു വന്ന ഇതേപോലത്തെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ വേറെ ഇങ്ങോട്ട് കൊള്ളുന്നിട്ട് അങ്ങോട്ട് പോകണം. ലൈവിൽ ഇപ്പോൾ നമുക്ക് എന്ത് തോന്നിയാസം പറഞ്ഞാലും അത് ലൈവിൻ്റെതാണ് എന്ന് ആൾക്കാർ പറയും. പക്ഷെ അവരുടെ ലൈഫിലും അങ്ങനെ തന്നെയാണെങ്കിലോ. ഇപ്പോൾ തൊപ്പിയുടെ കൂടെയുള്ള ഒരു എഡിറ്റർ എനിക്ക് ചെറിയൊരു പരിചയമുണ്ട്. ആ ഒരു എഡിറ്റർ പറഞ്ഞാൽ എന്താണെന്നറിയാം, പുള്ളി ഇവൻ്റെ ലൈവ് കണ്ടിട്ടുള്ളത് നേരിട്ട്. അപ്പോൾ ഈ ലൈവ് കഴിഞ്ഞിട്ട്, ഈ 3-4 മണിക്കൂർ ലൈവ് കഴിഞ്ഞിട്ട് ഇവർ ചത്ത വിടുപോലെ, കോൺവെർസേഷൻ ഇല്ല, സംസാരം ഇല്ല. അതായത് ഒരു ഗ്യാങ് ആണ് പറയുകയാണെന്ന് പറഞ്ഞ് കൊണ്ടു കിടന്നിട്ട്, ഗ്യാങ് ആണ് ഇതാന്നൊക്കെ പറഞ്ഞ് കൊണ്ടു കിടന്നിട്ട് അതാണ് വീഡിയോ ചത്ത വീട് പോലെയാണെന്നാണ് ആ പുള്ളി എന്നോട് പറഞ്ഞത്. തൊപ്പിയായിട്ട് നേരത്തെ ഞാൻ മിണ്ടിയിട്ടുണ്ട്. നമ്മളൊരു ബൂം ബാങ്ക് എന്ന് പറഞ്ഞൊരു സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റിന് പോയപ്പോൾ ഞങ്ങൾ മിണ്ടിയിട്ടുള്ളതാണ്. അതായത് ഞാൻ എനിക്കൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? താങ്ക് യു. സുഖല്ലേ? മമ്മൊന്നും വന്നില്ലേ? മമ്മൊന്നും കൊണ്ടുവന്നില്ലേ? ഇല്ല, അവർക്ക് സിനിമ ഷൂട്ട് മലപ്പുറത്ത് ആണല്ലേ? ഓക്കെ. ഇതാണ് ഞാൻ എടുത്ത വീഡിയോ. ആൾ മലപ്പുറത്താണ് എന്ന് പറഞ്ഞു. മലപ്പുറത്തും അല്ല, എവിടെയല്ല, ആൾ ഗ്യാങ് ഹൗസിൽ നിന്ന് വിട്ടുപോയി. ഇപ്പോൾ ഇവർ പറയണ മമ്മും കിണ്ടിയും പറയണത് ഞങ്ങൾ കുറേ നാൾ നിന്ന് ഞങ്ങൾക്കൊരു പൈസ തന്നില്ല, അപ്പോൾ ഞങ്ങളവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം പിറ്റേ ദിവസം ഒരാൾ വന്നിട്ട് ലീലാവിലാസങ്ങളും കാര്യങ്ങളും പുറത്ത് വിടുന്നു. ഇത് തെണ്ടിത്തരാ. ആരും പുണ്യാളന്മാരൊന്നും അല്ല. ഇപ്പോഴാണ് തൊപ്പി എന്തൊക്കെ അപരാധങ്ങൾ കാണിച്ചിട്ടുള്ളത്. ആരെയും അങ്ങോട്ടും കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ തൊലിത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് പറയാനുള്ളൊരു വേദിയല്ല യൂട്യൂബ് എന്ന് പറയുന്നത്. ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു യൂട്യൂബർ, അല്ലെങ്കിൽ എത്രയോ ആൾക്കാരുടെ അടുത്ത് ഒരു നല്ല ഇമേജ് ഉള്ള ഒരുത്തൻ ഇന്നലെ ഒരു ദിവസം കൊണ്ട് അവൻ്റെ ആ കാട്ടായം കൊണ്ട് ഇപ്പോൾ മാസ് ബീജം കയറ്റി ഒരു അപരാധം കാണിച്ച് കുറേമാര് ഇൻസ്റ്റയിലിടും. അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ കേസാകാനായിട്ട്, ഭയങ്കര വലിയ കേസാകാനായിട്ടുള്ള സാധനന്മാർ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത്രയ്ക്കും വലിയ കേസ് വരുന്ന രീതിയിലുള്ള ഐറ്റംസാണ് ഇവന്മാർ കാണിച്ചിരിക്കുന്നത്. ഇല്ല, ലൈവിൽ മ്യൂട്ട് കാണിച്ചു.
പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ, അതായത് ഇവൻ എന്താണ് പറയണമെന്നുള്ള ഒരു ആണുങ്ങൾ മാത്രമല്ലല്ലോ, കുഞ്ഞു പിള്ളേരുണ്ടാവും, ലേഡീസ് ഉണ്ടാവും, ഗേൾസ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും. കാരണം ഈ ഒരു ഇഷ്യൂ പറയുമ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി. എന്നാലും ഇവൻ ഈ കുണയം പൊക്കിക്കൊണ്ട് വരികയാണെങ്കിൽ ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. അവർ ടി വി എറിഞ്ഞ് പൊട്ടിക്കും, ടി വി കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കും. ഇതൊക്കെ ഭയങ്കര തെണ്ടിത്തരാണ്. ഞാൻ കാര്യം പറയേ, ഇതിപ്പോൾ തന്നെ ഇനിയിപ്പോൾ ഇത് സ്റ്റൊപ്പിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് ആൾക്കാർ പൊങ്ങി വരും, ഇപ്പുറത്ത് നിന്ന് മറ്റന്മാരെ അനുകൂലിക്കാമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇവന്മാർക്ക് ഇപ്പോൾ മാക്സിമം ഹെയ്റ്റ് കൊടുത്തിക്കൊണ്ടിരിക്കുക. ഞാനൊരു ഉത്തരം കാണിച്ചാൽ കേട്ടോ. സൂപ്പാക്കോണ എനിക്ക് വേണ്ട, എന്താ ചെല്ലാം സെറ്റ് ചെയ്തില്ലേ? എന്ത് ഇങ്ങനെ ഒരു കോയക്കുണ്ടനായി ഞാൻ കണ്ട. ഇതൊക്കെ കാണിക്കാനായിട്ട് വളം വെച്ച് കൊടുത്തത് ആരാ? തൊപ്പി ആണോ? ഇവിടെ ഒരു ഗ്യാങ് ഹൗസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ കൊണ്ടുവരുവാണെങ്കിൽ തന്നെ അത് മര്യാദക്ക് നടത്തേണ്ട ഇവൻ തന്നെയാണ്. ഇപ്പം തന്നെ ഇവൻ പറയാണ്ട് ഈ ഗ്യാങ് ഹൗസിൽ ഡ്രഗ്സ് കയറ്റിയതുകൊണ്ടാണ് ഇവർ പിരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ കാരണം. ഇതൊക്കെ നിനക്ക് അറിഞ്ഞിട്ട് നീ ഇത് നിയന്ത്രിക്കാണ്ട് അല്ലെങ്കിൽ നീ നോക്കാണ്ട് പോയിട്ട് അവസാനം ഈ വാണങ്ങൾ കൈവിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? വെടി നിറച്ചവനും പൊട്ടിച്ചവനും അല്ല, കേട്ടവനാണ് പ്രശ്നം എന്ന് പറഞ്ഞ പോലെയല്ലോ. ഇതൊന്ന് സോഷ്യൽ മീഡിയ വന്ന് പണ്ട് ഈബിൾ ജെറ്റിൻ്റെ ഒരു സംഭവം ഉണ്ടായ പോലെ അത് തന്നെയാണ് ഇത്. സത്യം പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും റീച്ചില്ല, ആവശ്യമില്ല. എനിക്ക് തോന്നണൊക്കെ പറയാം. പക്ഷേ നേരിട്ട് ഞാൻ പുള്ളിയെ കണ്ട് ഫോട്ടോ എടുത്ത് അങ്ങനത്തെ സംസാരിച്ച്, കാരണം പുള്ളി അത്രയും പാവമായിട്ടൊരു മനുഷ്യനാണ്. ഓക്കെ, പുള്ളി അറിഞ്ഞിട്ടുണ്ടാകത്തില്ല, എന്നാൽ പോലും ഇവന്മാർ ഈ സൈഡിൽ നിന്ന് കുത്തണത് നമ്മൾ ആരെയും വിശ്വസിക്കാൻ പറ്റിയല്ലോ. ലൈഫിൽ അങ്ങനെയാണ്. തിരിഞ്ഞു കഴിഞ്ഞാൽ ആസന അടിച്ചുകൊണ്ട് പോകണതാണ് നമ്മുടെ കൂടെ ഉള്ളവന്മാരൊക്കെ. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഒപ്പി ചെയ്തത് ഞാൻ നല്ല കാര്യമായിട്ട് പറയാം. കാരണം അവന് കുറ്റസമ്മതം നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവന്മാർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിനെ കരുവാക്കി, അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നിട്ട് ഇമാതിരി പരിപാടി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ലൈവ് ഇടാമല്ലോ. ഇൻസ്റ്റ പോയല്ലോ, അത് ഞാൻ മറന്നുപോയി. ലൈവ് ഇട്ട് കാണിക്കേണ്ട ആവശ്യമില്ല, ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. ഇവന് യൂസ് കിട്ടാത്തൊന്നുമല്ലല്ലോ. നേരെ 1.5 ലക്ഷം പേരാണെങ്കിൽ ഇന്നിപ്പോൾ 8 ലക്ഷം, 1 മില്യൺ അടുത്ത് ആകാറായി. ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു, അതായത് 144p അവസ്ഥയാണ്. ഷമീറിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ തന്നെ ആൾക്കാരുടെ പകുതിയോളം കിളി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ദിവസം അടുത്ത ഷമീർ ലൈവ് ഇടാൻ നോക്കി വെക്കുക. അപ്പോൾ ഇവർക്ക് റീച്ചാണ് വരുന്നത്. കുറച്ച് നാളുമ്പോൾ ഈ ഒരു വഴക്കും കോൺട്രവേഴ്സിയൊക്കെ അവിടെ തീർന്നിട്ട് അവർക്ക് പഴയ റീച്ച് കയറി വരുന്നു. അവർ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ആൾക്കാർ മറ്റേ മറന്നു പോകുന്നു. ഇത് തന്നെ സംഭവം, അത്രേ ഉള്ളൂ. പക്ഷെ ഇമാതിരി ചെറ്റ പരിപാടി യൂട്യൂബിൽ കാണിച്ചത് എനിക്ക് തോന്നുന്നു അതിന് കാണിക്കാൻ പറ്റുന്ന വേറെ ഏതെന്തോരം പ്ലാറ്റ്ഫോമുകളുണ്ട്. പി കുട്ടിയും ബി കുട്ടിയൊക്കെ കുറേ ഉണ്ടല്ലോ, അവിടെ കൊണ്ട് നിനക്ക് കാണിക്കാൻ പറ്റില്ലേ. അതായത് നമ്മളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, വലിയ ഫോളോവേഴ്സോ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് തൊട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇമാതിരി എമ്മാടിത്തരം യൂട്യൂബ് വന്ന് കാണിക്കുകയും ഒരു ഏണിങ്സ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ആയ സ്ഥലത്ത് ഇമാതിരി കൊണ്ട് കാണിച്ച് എങ്ങാനും ഒരു എക്സ്ട്രീം അടിച്ചു പോയി ആൾക്കാർക്ക് വീഡിയോ ഇടാൻ പറ്റിയാൽ, അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ, ഇൻ കേസ് അങ്ങനെ വരത്തില്ല എന്നാൽ പോലും അതൊരു മോശം പരിപാടിയാണ്. ഞാൻ എവിടെയോ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഗെയിം സ്ട്രീമറാണെന്ന് തോന്നണം, എന്തോ ഒരു ബാഡ് വേർഡ് പറഞ്ഞിട്ട് ഇതിൻ്റെ ആർട്സോ അല്ലെങ്കിൽ പരസ്യം വരുമല്ലോ, അവർ ഫുള്ളും ഡിസേബിളായി പോയിട്ട് അത് കുറച്ച് യൂട്യൂബേഴ്സിനാണ് തോന്നണം, അതോ മിക്ക ക്രിയേറ്റേഴ്സാണെന്ന് അറിയില്ല, അവർക്ക് ഈ ഏണിങ്സ് പകുതിയോളം വെച്ച് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അതായത് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സീന് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ, അതായത് ഒരാൾ കാരണം ബാക്കിയുള്ളവർക്ക് പ്രശ്നം വരികയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. 2 തലമുറക്ക് തിന്നാളവൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തൊപ്പി എന്ന് പറയാൻ. പിന്നെ ഇപ്പം നന്നായിട്ട് പോയിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കുടം നിറച്ചിട്ട് കമത്തിക്കളയാന്ന് പറയല്ലേ, അതാണ് ഇപ്പോൾ തൊപ്പി കാണിച്ചിരിക്കുന്നത്. നമ്മളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കാരണം നമ്മളും വീഡിയോസ് ചെയ്യാനാണ്. ഇമാതിരി തോന്നിയ ദിവസം പരിപാടി ചെയ്യുമ്പോൾ നമുക്കൊരു ഇതുണ്ടാകും. കാരണം ഇങ്ങനെ ചെയ്തല്ലോ, ഒട്ടും അങ്ങനെ ദഹിക്കത്തില്ല. ഇത് എന്താ അപരാധം വന്ന് വിളിച്ചു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ. വീട്ടിന് മുറ്റത്ത് പോലീസുകാർ വരുമ്പോഴേ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പോഴേ, കിട്ടിയവന് പിന്നെയും കിട്ടിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ജയറാം പറഞ്ഞ പോലെ കിട്ടിയെടുത്ത് പിന്നെയും കിട്ടുമ്പോൾ എന്താ കുഴപ്പം? അതങ്ങ് ശീലാവും. അതാണ് ജയറാമല്ലേ പറയണത്. ആയിരിക്കും. ഷമീർ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ തൊപ്പിയാണെങ്കിലും, അവന്മാർ ആരാണെങ്കിലും അടിച്ചു പിരിഞ്ഞല്ലോ. നിങ്ങൾക്ക് അത്രക്ക് മൂത്ത് നിൽക്കുവാണെങ്കിൽ വേറെ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്. ഒരു മാസ്കും വെച്ചുകൊണ്ട് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് ഒരു വീഡിയോ അങ്ങ് ഇട്, അല്ലെങ്കിൽ ഒരു ലൈവ് അങ്ങ് ഇട്. കുറേ പേര് ഇതിനൊക്കെ എതിര് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാരണം അവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഓവറായിട്ട് ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് ചളവാകാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞാൽ ചെയ്തത് തെറ്റായിപ്പോയി. സീരിയസ്ലി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. എനിക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് റീച്ചോ കിട്ടിയൊന്നും വേണ്ട. ഞാൻ ഓൾറെഡി തന്നെ അത്യാവശ്യം എനിക്ക് വീഡിയോക്ക് റീച്ച് വരുന്നുണ്ട്. അപ്പോൾ തൊപ്പീനെ നേരിട്ടുള്ള പരിചയവും തൊപ്പിയുടെ എഡിറ്ററിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് മോശം ആണ് എന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അതോ ചെയ്തത് നല്ലതാണ്, തൊപ്പിയുടെ ഭാഗം ക്ലിയർ ചെയ്ത് അവൻ ഓക്കെ ആയി, അങ്ങനെയായിട്ട് നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ആരും ഈ വീഡിയോ കാണാൻ പോകുന്നത് വലിയ റീച്ചും കയറത്തില്ല. എന്നാൽ പോലും ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാഗത്തുനിന്ന് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 10K ലൈക്ക് കയറിയിരിക്കണം എൻ്റെ വീഡിയോയ്ക്ക്. കുറേ അധികം തെറി എനിക്ക്. ഞാൻ എന്ത് ചെയ്തിട്ടാളോ, എനിക്ക് തെറി. സോ അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇത്രേ ഉള്ളൂ. ഇനി തൊപ്പിയുടെ വീഡിയോയും കിട്ടിയൊന്നും ആയിട്ടൊന്നും ഞാൻ വരികയൊന്നുമില്ല. പൊങ്കാല ഇടുക. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.